വീണ്ടും വന്ന് ഒരു ടേസ്റ്റി റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി അഗൈൻ. വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫ്രൈഡ് ഫിഷ് മസാല റെസിപ്പിയാണ്. നമ്മൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തതിന് ശേഷമാണ് മസാല റെഡിയാക്കി അതിനകത്ത് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ, ബിരിയാണിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ കഴിക്കാനും കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഫിഷ് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ഇത് ചെയ്യാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 400 ഗ്രാം മീനാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 2 ടീസ്പൂൺ മുളക് പൊടി വേണം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വിനാഗിരി അല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങയുടെ നീര് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം മീൻ ഫസ്റ്റ് തന്നെ. അപ്പം മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മസാല നല്ല പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാല നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്ത് എല്ലാതുമേ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാ മീനുമേ മസാല നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ മസാലയൊക്കെ നന്നായിട്ട് മീനുമേ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മീൻ പീസസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 വേവ് ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫിഷ് ഒരു സൈഡായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാ ഫിഷും മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം മീൻ 2 സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. അപ്പം മീനെല്ലാം കൂടി ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷിന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവോള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് വേണം. പിന്നെ ഞാനൊരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം, 1/2 ടീസ്പൂൺ ഗരം മസാല വേണം, ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ കുറച്ച് കറിവേപ്പില വേണം, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള പെട്ടെന്ന് തന്നെ നന്നായിട്ട് വഴന്ന് വരും. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സവാള നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ആഡ് ചെയ്തതിനേക്കാൾ ക്വാണ്ടിറ്റി ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം. സവാളയായിട്ട് നല്ല മിക്സായിട്ട് വരണം, നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടൊന്ന് തക്കാളി വേവിച്ചെടുക്കുകയാണ്.
അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, സവോളയായിട്ട് നല്ല മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് കുഴഞ്ഞിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ മസാല എല്ലാം കൂടെ നന്നായിട്ട് ഇത് കുഴഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. ഇനി മീനിൻ്റെ മീതേക്ക് മസാല ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മീതയ്ക്ക് എല്ലാം ഞാൻ മസാല ആക്കി കൊടുത്തിട്ടുണ്ട്. മീനെല്ലാം നന്നായിട്ട് മസാല വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബാലൻസ് വേവാനുണ്ടായിരുന്ന മീനിൻ്റെ വേവ് കൂടെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം മിനിമം നന്നായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കറിവേപ്പില ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നെയ്ച്ചോറിൻ്റെ കൂടെ ബിരിയാണിയുടെ കൂടെ എന്താണെന്ന് വെച്ചാൽ കഴിക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.